നമ്മളിന്ന് കളർഫുള്ളായിട്ടുള്ള 4 ഫ്ലേവറിലുള്ള മോദകമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഗണേശ് ചതുർത്ഥി സ്പെഷ്യലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. റോസ്റ്റഡ് ആയിട്ടുള്ളതോ ഉള്ള അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു തരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു ഇത്തിരി തരിയുള്ള അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല ഒരുപാട് തരിയുള്ള അരിപ്പൊടിയൊന്നും അല്ല ഇത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു 3 കപ്പ് വെള്ളത്തിന് ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് കുഴച്ച് എടുത്താൽ മതി. ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവമാണ് ഗണേശ് ചതുർത്ഥി. അപ്പോൾ ഇത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗണേശ് ചതുർത്ഥിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് മോദക്. മഹാരാഷ്ട്രയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് മോദക്. അത് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ്, പക്ഷേ ഷേപ്പ് ഈ രീതിയിലല്ല. പല ഷേപ്പിലും പല ഫ്ലേവറിലും ഇത് പല ടേസ്റ്റിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ 2-3 ഫ്ലേവറിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഒരു കടായിലേക്ക് ഇതിന് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു കോക്കനട്ട് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ നനവൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഡയറക്റ്റാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കല്ലും പൊടിയൊന്നും ഉള്ളതല്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇവിടെ ശർക്കര ഒന്ന് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. 2-3 ഏലക്കയുടെ സീഡ് മാത്രം എടുത്ത് പൊടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്യാസ് ഈ സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാവ് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ ശകലം നെയ്യൊന്ന് പുരട്ടിയിട്ട് കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യൊന്ന് പുരട്ടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ 4 പോർഷനായിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കുറേശ്ശെ മാവ് നമുക്ക് ഒരു 4 പോർഷനായിട്ട് നമുക്കങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒരു 4 ഫ്ലേവറിൽ നമുക്ക് ഇതിൻ്റെ കളർ ചേർത്ത് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറുകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം കുട്ടികളുടെയൊക്കെ ഫേവറേറ്റായ ഫ്ലേവർ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് ചോക്ലേറ്റ് ഫ്ലേവർ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കൊക്കോ പൗഡർ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 4 പോർഷനിലും ഇതേ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ നമ്മൾ ഫില്ലിങ്സ് മാത്രമേ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ്സ് മാത്രമേ മാറ്റുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടി വേറെ കളറ് ചേർക്കുന്നുണ്ട്. ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടാണ് ഇനി ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടൻസ് മിൽക്ക് ഒരെണ്ണത്തിൽ ചേർക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതിൽ ചേർക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ബാക്കിയുള്ളതിലെല്ലാം അങ്ങനെ കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വരെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടി മാത്രം. ഇത് കണ്ടൻസ് മിൽക്ക് കയ്യിലില്ലാത്തവർക്ക് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മാവ് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇനി നമ്മൾ പിങ്ക് കളറിലുള്ള കളറിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ബീറ്റ്റൂട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഞാനതിന്ന് വെള്ളമൊന്നും ചേർക്കാതെ എടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. കളർ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നാച്ചുറലായിട്ടുള്ള നല്ല പിങ്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒന്ന് ലൂസായിട്ടുണ്ട് മാവ്. അപ്പോൾ ഒന്ന് സെറ്റായി വരും അതിനായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും ചേർത്തിട്ട് വേണം നമുക്കിത് മാറ്റി വയ്ക്കാൻ. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും അങ്ങനെയാണ് ചെയ്യുന്നത്. കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളർ നമ്മൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ സാഫ്രനാണ് എടുത്തിരിക്കുന്നത്. സാഫ്രൻ നമ്മുടെ കുങ്കുമപ്പൂവ് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇറങ്ങി നല്ല യെല്ലോ കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് ഇതിന് നമ്മൾ ഒരെണ്ണത്തിന് ശർക്കരയും തേങ്ങ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. ഒരെണ്ണത്തിന് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്, നട്ട്സും ബദാമും ഡേറ്റ്സും ആണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഫില്ലിങ്സ് തന്നെയാണ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണ് ആണെങ്കിലും അതിന് ഇഷ്ടമുള്ള ഫില്ലിങ്സും അതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ വേറെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടാണ്. ഇതേ രീതിയിലുള്ള മോൾഡ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്, ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മാവെടുത്ത് ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നന്നായിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ല അല്ലാതെ കയ്യിൽ വെച്ച് പൂരി പോലെ പരത്തിയിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ, പ്രാക്ടീസ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് എളുപ്പമാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം. ഇങ്ങനെ തുറന്ന് നമുക്ക് കയ്യിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, കയ്യിൽ വീഴും. നമ്മൾ ഈ ഓയിൽ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നില്ല. കയ്യിലേക്ക് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. ഇളക്കി എടുക്കുമ്പോൾ ഒന്ന് വലിയ പ്രസ് ചെയ്യാതെ വേണം ഒന്ന് എടുക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ആ ഷേപ്പ് പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പം കയ്യിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും, കയ്യിലേക്ക് വന്ന് വീഴും. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ മോൾഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. ഈസി ആയിട്ട് നമുക്കിങ്ങനെ മോദക് തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ കളർഫുള്ളുമായിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇതുവരെ മോദക് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. നമ്മൾ സാധാരണ വീട്ടിൽ കുഴക്കിട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് അത് തന്നെയാണ്. ഷേപ്പും ഫ്ലേവറും ഒക്കെ നമ്മൾ വേറെ ഇതിൽ ചേർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ ശർക്കരയും തേങ്ങയും ചേർത്തിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. യെല്ലോ കളറിലുള്ളതും വൈറ്റ് കളറിലുള്ളതും ശർക്കരയും തേങ്ങയും തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഗണേശ ചതുർത്ഥിക്ക് ഗണേശന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്, മുതിർന്നവർക്കും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ. പ്രസാദിയായിട്ട് തയ്യാറാക്കേണ്ടവർക്കൊക്കെ ഇതേ രീതിയിൽ തയ്യാറാക്കാം, ഈസിയാണ്. ഇപ്പം ഞാൻ ഒരു ബാച്ച് നമ്മളിത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതിപ്പോൾ സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേ രീതിയിൽ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. വളരെ ഭംഗിയും വളരെ കളർഫുള്ളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ.
ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്